ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പൈഡർമാൻ കേക്കാട്ടോ. അപ്പോൾ ഈ സ്പൈഡർമാൻ തീം കേക്ക് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എല്ലാ മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൽ ഗനാഷ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒത്തിരി കളറൊന്നും ആവുന്നില്ല കേട്ടോ. നമ്മൾ ക്രീമിലെടുക്കുന്ന പോലെ ആയിരിക്കില്ല ഗനാഷയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗനാഷ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകം തന്നെ ഞാൻ അതിലുള്ള ഒരു എട്ടുകാലിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പൈഡറിനെ ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പം സംഭവം സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പലർക്കും ഇതിൻ്റെ ട്രിക്കൊന്നും അറിയത്തില്ല, എങ്കിലും അറിയാവുന്നവരും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് അറിയാവുന്നവരുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻറ്റ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സെൻറ്ററിലൊന്ന് അമർത്തിയതിന് ശേഷം പിന്നെ ആ കാലുകളെല്ലാം 2 കാല് മുകളിലോട്ട് മടക്കി 2 കാല് താഴോട്ട് മടക്കിയും വെച്ചാൽ മതി. പിന്നെ വേറൊരു ഫോണ്ടിന് നമ്മൾ ചെറുതായിട്ട് എടുത്തതിന് ശേഷം ആ സെൻറ്ററിലും വെച്ച് കൊടുത്ത് മുകളിൽ ഒരു തലയുടെ ഒരു റൗണ്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പൈഡർ ശരിക്കും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഭാഗമൊക്കെ വരുന്നുണ്ടല്ലോ, അതും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ കേക്ക് തുടങ്ങിയ ടൈമിലൊക്കെ ഞാനിങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ട്രിക്കുകളൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇതുപോലെ ഇരുന്ന് വരച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇത് മറ്റുള്ളവർക്കൂടെ കൂടി ഉപകാരമാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിരുന്ന കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു കർവ് ഷേപ്പിലൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നേരം എടുത്താട്ടോ ഞാൻ ചെയ്തത്. ഇത് കാണുമ്പോൾ ഇച്ചിരി സ്പീഡിലിട്ടെന്നേ ഉള്ളൂ. എല്ലാ വീഡിയോസും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ 1 മിനിറ്റിൽ കൊണ്ട് കാണുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരി എന്തുമാത്രം അധ്വാനമാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഹോം ബേക്കേഴ്സിന് മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചുരുക്കം ചിലർ വീട്ടിലുള്ളവരാണെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം. എന്തായാലും ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഡെഷ്ലി ആയിരുന്നു കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഡിസൈൻ അങ്ങോട്ട് അയച്ചൊന്നും കൊടുത്തിരുന്നില്ല, അവരിങ്ങോട്ടായിട്ട് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.